ലൈഫ് ഭവന പദ്ധതിയിൽ 2026 സംസ്ഥാനത്താകെ 6.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകിയ ജില്ലയിലെ 62 തദ്ദേശ സ്ഥാപനങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് കണ്ണൂരിലെ എന്റെ കേരളം വേദിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലൈഫ് ഭവന പദ്ധതിയിൽ 2026 സംസ്ഥാനത്തൊട്ടാകെ 6.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. സംസ്ഥാനത്തൊട്ടാകെ ഇതുവരെ 4,51,000 വീടുകളാണ് പദ്ധതി വഴി പൂർത്തിയാക്കിയത്. ആകെ 5,47,000 പേർക്ക് ലൈഫ് പദ്ധതിയിൽ തുക അനുവദിച്ചു. ശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 18,080 കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവിട്ടത്. ജില്ലയിൽ 62 തദ്ദേശ സ്ഥാപനങ്ങൾ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകിയെന്നത് സംസ്ഥാനത്തിനാകെ മാതൃകയാണ്. ശേഷിക്കുന്ന സ്ഥാപനങ്ങൾ കൂടി ഇതേ മാതൃക പിന്തുടരണമെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകിയ ജില്ലയിലെ 62 തദ്ദേശ സ്ഥാപനങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചതിന് അടുത്തൊന്നും വീടുകൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും അനുവദിച്ചിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിക്കുന്ന ഗുണഭോക്താവിനുള്ള ധനസഹായത്തിന് തുല്യമായ തുക ഇന്ത്യയിൽ ഒരിടത്തും അനുവദിക്കുന്നില്ല. ഇതൊക്കെ ലൈഫിൻ്റെ പ്രത്യേകതകളാണ്. ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിൽ നൽകുന്നത്. അതേസമയം കേന്ദ്രത്തിൻ്റെ PMAY ഗ്രാമീണിൽ ഒരു ഗുണഭോക്താവിന് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് 72,000 രൂപയാണ്. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ഭൂമി നൽകാൻ തയ്യാറായവരെ മന്ത്രി ആദരിച്ചു. ജില്ലയിലെ 62 തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ മന്ത്രിയിൽ നിന്നും അനുമോദനം ഏറ്റുവാങ്ങി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CM കൃഷ്ണൻ, കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ P മുകുന്ദൻ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ MP വിനോദ് കുമാർ, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.